നമ്മൾ ദൈവത്തെ പരിമിതപ്പെടുത്തരുത്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഭാവിയെ, നമ്മുടെ ശുശ്രൂഷകളെ പരിമിതപ്പെടുത്തരുത്. ഇമ്മിൻ്റെ സാഹചര്യങ്ങൾ ശൂന്യമായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ വാക്തത്വം വലുതാണ്. അമ്മേ, നമ്മൾ കേട്ട ദൈവശബ്ദം വലുതാണ്, അത് ചെറുതല്ല. അതുകൊണ്ട് ദൈവിക പ്രവർത്തികളെ നാം പരിമിതപ്പെടുത്തരുത്. ഞാനെപ്പോഴും പറയാറുണ്ട്, ഇമ്മലകളിൽ സംഭവിച്ച പരാജയങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നവരായി മാറരുത്. എങ്ങനെയായി മാറരുത്? ഭയപ്പെടുന്നവരായി മാറരുത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് നമ്മൾ പലതിനെയും ഭയപ്പെടുകയാണ്. ഇന്നത്തെ കടഭാരത്തെ ഭയപ്പെടുന്നു, ഡോക്ടറിൻ്റെ റിപ്പോർട്ടിനെ ഭയപ്പെടുന്നു, ഇന്നലകളുടെ ജീവിതത്തിനകത്ത് എവിടെയോ വന്നുപോയ തകർച്ചയെ നമ്മൾ ഭയപ്പെടുകയാണ്. ഇന്നലെ അടഞ്ഞുപോയ ദൈവം തുറന്ന നന്മകൾ എവിടെയൊക്കെ അടഞ്ഞുപോയപ്പോൾ ആ അടഞ്ഞു പോയ നന്മകളെ ഓർത്ത് നമ്മൾ ഭാരപ്പെടുന്നവരാണ്, ഭയപ്പെടുന്നവരാണ്. ആമേൻ. ഞാനൊരു കാര്യം പറയാം പ്രിയരെ, അടഞ്ഞുപോയ നന്മകളൊന്നും നമുക്കുള്ളതല്ല. ഹല്ലേലൂയ. ദൈവം കാലാകാലങ്ങളിൽ കരുതുന്ന ദൈവമാണ്. ആമേൻ. ദൈവം ഇന്ന് കരുതുന്നത് പോലെയല്ല നാളെ കരുതുന്നത്. ആമേൻ. ഇന്ന് കരുതുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ കരുതൽ നാളെ, അത് വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇന്നു പകൽ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന ദൈവിക കരുതലിനകത്ത് വെളിപ്പെടുന്ന ഏതെങ്കിലും ശൂന്യത കണ്ടിട്ട് ഭാരപ്പെട്ടു പോകരുത്, അപൈര്യപ്പെട്ടു പോകരുത്. അമ്മേ, ഒരുപക്ഷെ നിന്റെ കൂടെ ആരാധിക്കുന്നവരും, നിന്റെ കൂടെ സ്തുതിക്കുന്നവരും, നിന്റെ കൂടെ പാടിയവരും, നിന്റെ കൂടെ മിനിസ്ട്രിക്ക് ഇറങ്ങിയവരുമൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടു കാണും. നിന്റെ കണ്ണിൻ്റെ മുൻപിൽ അവർ ഉയർച്ചയുടെ പടിവാതിക്കൽ കയറിക്കാണും. പക്ഷെ ഇന്നും നീ ഞെരുങ്ങുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ ആത്മനിറവിൽ ഞാൻ പറയാം, അവർക്ക് തുറന്ന വഴിയല്ല ദൈവം നിനക്ക് തുറക്കുന്നവർ. അവരെ നടത്തുന്ന വഴികളിലൂടെയല്ല എൻ്റെ ദൈവം നിന്നെ നടത്തുന്നത്. ഈ പകൽ അങ്ങനെയാണെങ്കിൽ പ്രവചനാത്മാവിൽ ഒരു ദൂത് കൈമാറാ. അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി തുറക്കുന്നത് പോലെയല്ല എൻ്റെ ദൈവം ഈ പകൽ നിനക്ക് വേണ്ടി തുറക്കുന്നത്. ഏതോ ദൈവദാസന്മാർക്കോ ദൈവസഭയ്ക്കോ വേണ്ടി തുറന്നത് പോലെയല്ല നമ്മുടെ സഭയ്ക്കും നമ്മുടെ മിനിസ്ട്രിക്ക് വേണ്ടി തുറക്കുന്നത്. ഈ പകൽ വ്യത്യസ്തമായത് ചിലവ് പ്രാപിപ്പാൻ ദൈവസഭ ഒരുങ്ങാൻ എൻ്റെ ദൈവം പരിശുദ്ധാത്മാവിൽ ആഹ്വാനം ചെയ്യുക. എങ്കിൽ ഈ പകൽക്കാലം ഞാൻ ആത്മമറവിൽ ഒരു ദൂത് കൈമാറാം. ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി ദൈവം ഓരോ പുതിയ വഴികൾ നിങ്ങൾക്ക് വേണ്ടെന്ന് തോന്നുന്നു. ഓരോ വ്യക്തികൾക്ക് വേണ്ടി ദൈവം ഓരോ വഴികൾ ഈ പകൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു എന്ന് ആത്മാവിലൊരു ദൂത് കൈമാറിയ. If you want to receive that, ഈ പകൽ നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. സ്വീകരിക്കും അവിടമേ ഈ പകൽ അത് തുറന്നു വരും. വൈഡബാല ഹർത്തമാന ചാരധാര വൈഡബാല. വ്യത്യസ്തമായത് അടുത്തിരിക്കുന്നവർക്ക് തുറക്കുന്നത് പോലെയല്ല നിനക്ക് വേണ്ടി തുറക്കുന്നത്. അഭിഷിക്തന്മാരെ, ഈ കാലഘട്ടത്തിലുള്ള അനേക ശുശ്രൂഷകന്മാർക്ക് വേണ്ടി തുറന്നതുപോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത്. ഈ പകൽ വ്യത്യസ്തമായ ചിലവ് കാണാ. ഈ പകൽ ആത്മമറവിൽ സ്തുതിച്ചു തുടങ്ങട്ടെ. റീബല വൈഡബരം ദര വൈഡബരഗബാരി ബരവച്ചബരംദ വൈഡമാന ഹർത്തമാന ഹർച്ചാരാബ റീബാരാബ വൈഡബരം ദുര വൈഡബരഗബാരി ബരവൈശാര റിഗാരബലഗടഗ. പ്രിയരെ, വിഷയം ഒന്നായിരിക്കാം, പക്ഷെ വഴികൾ വ്യത്യസ്തമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ?
വിഷയം ഒന്നായിരിക്കാം, വഴികൾ വ്യത്യസ്തമാണ്. മോശയുടെ മുൻപിൽ ചെങ്കടലുണ്ട്. മോശ ചെങ്കടൽ തുറമവ് കയ്യിലുള്ള വടി നീട്ടിയാണ്. ആമേൻ. യോശുവയുടെ മുൻപിൽ യോർദാനുണ്ട്. യോശുവ മോശയുടെ വടി തേടിപ്പോയില്ല. യോശുവയോട് ദൈവം പറഞ്ഞു, പുരോഹിതന്മാരോട് പെട്ടകമെടുക്കാൻ പറ. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ പാദം യോർദാന്റെ മേൽ ചവിട്ടുമ്പോൾ യോർദാനിൽ വഴി വെളിപ്പെട്ടു വരും. ഈ പകൽ ഓരോ കുടുംബങ്ങൾക്ക് ഓരോ വഴികൾ, ഈ പകവാദത്തിൽ ആത്മാവിൽ ദൂത് കൈമാറ. ഓരോ വ്യക്തികൾക്കും ഓരോ വഴികൾ, ഓരോരുത്തർക്കും വളരെ വ്യത്യസ്തമായ ഓരോ വഴികൾ എന്റെ ദൈവം തുറന്നിടുകയോ. പിടിക്കാൻ തന്റെ ഇടമുണ്ടെങ്കിൽ ഈ പകൽ സ്വീകരിക്ക്. കരഞ്ഞ നാളുകൾ തീർന്നു, വിലപിച്ച ആണ്ടുകൾ കഴിഞ്ഞു. ഇനി ദൈവ പ്രവൃത്തിയുടെ സീസണുകൾ. ശാരാബാല ഹർത്താബാല ഹടകജാര വൈഡബരബ്ദര വൈഡബരഗബാർ ഈവരവക്ഷബരംദര വൈഡബരംദര വൈഡ അർത്ഥല വൈഡബരഗബാർ ഈവര വൈഡബരംദര വൈഡബരംദ ശരാദ ലക്ഷരാദ. അതങ്ങനെ വെളിപ്പെടുകയാണ് കേട്ടോ. എൻ്റെ ദൈവാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുക. ഇതുവരെ കാണാത്ത ചില വഴികൾ എൻ്റെ ദൈവം തുറന്നു വരാൻ പോകുക. ഈ സ്റ്റേജിൽ വന്ന് സാക്ഷി പറയത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ മകത്ത് നിന്റെ തലമുറകളുടെ മേൽ, നിന്റെ കുടുംബത്തിൻ്റെ മേൽ, നിന്റെ ഭാവിയുടെ മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ എൻ്റെ ദൈവം വെളിപ്പെടുത്തുകയാ. പ്രിയരെ, മോശ വടി നീട്ടി. യോശുവ പുരോഹിതന്മാർക്ക് പെട്ടകം കൊടുത്തിറക്കി. അടുത്തൊരു തലമുറയിൽ ഏലിയാവിന്റെ മുൻപിൽ ക്രോസ് ചെയ്യാൻ കഴിയാതെ അതേ യോർദാൻ വെളിപ്പെട്ടപ്പോ ഏലിയാവ് പെട്ടകം എടുക്കാൻ പോയില്ല, മീമപ്പെട്ടകം എടുക്കാൻ പോയില്ല, മോശയുടെ വടി തേടാൻ പോയില്ല. അവൻ്റെ പുതച്ചിരുന്ന അവൻ്റെ അധികാരത്തിൻ്റെ പുതപ്പെടുത്ത് യോർദാന്റെ മേൽ അടിച്ചപ്പോൾ യോർദാൻ രണ്ടായി മാറി. ഈ പകൽക്കാലം പിടിക്കാൻ കഴിയുമെങ്കിൽ ഒരു ദൂത് പറയാം. ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്ന വഴികൾ നിന്റെ അഭിഷേകവുമായി കണക്റ്റഡ് ആണ്. നിന്നിൽ പകർന്ന ആത്മമറവുമായി കണക്റ്റഡ് ആണ്. ഈ പകൽക്കാലം അഭിഷേകത്താൽ ഈ പകൽ കൽപ്പിച്ച ഇതുവരെ ഈ തുറക്കാത്ത വഴികൾ നിനക്ക് വേണ്ടി തുറന്നു വരും. ഈ ഹോളിനകത്ത് ഭാവിയോർത്ത് കരയുന്ന ആരോഗ്യത്തിനകത്ത് ഇരിപ്പുണ്ട്, ശുശ്രൂഷയോർത്ത് വിലപിക്കുന്ന ഏതൊക്കെ ദൈവദാസന്മാർ ഈ ശബ്ദം കേൾക്കാൻ പോകുക. ആമേ പ്രിയ കൂടപ്പിറപ്പേ, നിന്റെ അഭിഷേകവുമായി ബന്ധപ്പെട്ടിരിക്കുക. നിന്നിൽ വെളിപ്പെടുമോ ദൈവത്തിന്റെ വിടുതൽ? ഈ പകൽക്കാലം അഭിഷേകത്തെ അണയ്ക്കുന്നവരായിട്ടല്ല, അഭിഷേകത്തെ ജ്വലിപ്പിക്കുന്ന ചുമ്മാ കരമടിക്കരുത്. ഈ ദൂത് ഹൃദയത്തിൽ പിടിച്ച് ഒരു ഈറ്റെങ്ങനെയാണോ മണ്ണിന്റെ മേൽ നടുന്നത് അതുപോലെ ഈ പകൽ ഈ ദൂതിനെ സ്വീകരിച്ച അഭിഷേകം ജ്വലിക്കട്ടെ, അഭിഷേകം ജ്വലിക്കട്ടെ. ചില കൂടാരങ്ങൾക്കകത്തുള്ള നുകങ്ങൾ തകർന്നു പോകട്ടെ. നാളുകളായി ശത്രു വച്ച നുകങ്ങൾ, ദാരിദ്ര്യത്തിന്റെ നുകങ്ങൾ, തകർച്ചയുടെ നുകങ്ങൾ, ഭിന്നതയുടെ നുകങ്ങൾ, സമാധാനക്കേടിന്റെ നുകങ്ങൾ, ഒരു സ്വസ്ഥതയില്ല, ആ വീട്ടിനകത്ത് കയറിപ്പോകാൻ കഴിയുമില്ല. എത്രയോ പ്രാവശ്യം ആത്മഹത്യക്ക് പദ്ധതിയിട്ടു, തകർത്തുകളയാ ശത്രു ഇട്ട നുകങ്ങൾ ഈ പകൽ തച്ചുടയ്ക്കുക. ലൈവിലൂടെ എന്നെ കാണുന്നവർ, ഈ ശബ്ദം ശ്രമിക്കുന്നവർ, ഈ ഹാളിന്റെ ഏത് കോണിലിരുന്നായാൽ ഈ ശബ്ദം കേൾക്കുന്ന വ്യക്തിയോട് ആത്മാവ് ഇടപെടുകയോ നിന്റെ ജീവിതത്തെ തിരിക്കുന്ന
വൈഡാബാല ഹർത്താബാല ഹർത്തല വൈഡബരംദന വൈഡ റീബര വൈഡബരംദന വൈഡബരംദാരാബ റീഖാമാന ശാരാധാര വൈഡാബാല ഹർത്താബാല. ഓരോ കുടുംബങ്ങൾക്കും വ്യത്യസ്തമായത് ഈ പകൽ അവിടെ അഭിഷേകം ചൊലിക്കട്ടെ. അണഞ്ഞുപോയ കരിക്കട്ട പോലെ ശത്രു അണച്ചു കളഞ്ഞ ചിലവ് ഈ പകൽക്കാലം തീക്കനലായി ഇന്ന് പകൽ അധികാരത്തിന്റെ ശബ്ദം നിന്റെ മാവിന്റെ മേൽ നിന്ന് പുറത്തു വരട്ടെ. വൈഡാബാല ഹർത്തമാന ആചാരാബ റീവാരാബ വൈഡാബാല Rivarata Ridala Shara Thara 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 Sharabali Kuliki Biri Diri Biri Diri Diri Andaba Chakandare Kamena Thara 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 Attamana Thara Thara Vidamana Karamarikunil Mama Yanevasha Parimangil Mama. Oh Sharabala Hartamana Ibarata Rikamana Vaidabala Charabala Vaidabaram Dura Vaidabaram Dara Vaidabaragabari Bara Vaidabaramda Ribaraba Shere Biri Thuri Biri Kamana Tarabala. ചില ഭൂതങ്ങൾ ഈ പകൽക്കാലം ചില ശരീരങ്ങൾ വിട്ടുമാറുകയാ. ചില ഭൂമി കുടുംബങ്ങൾക്കകത്ത് ഒതുങ്ങിയിരിക്കുന്ന ആര് പ്രാർത്ഥിച്ചിട്ടും ആര് ഉപവസിച്ചിട്ട് വെളിപ്പെടാതെ രംഗത്തു വരാതെ എവിടെയൊക്കെ ഒതുങ്ങിയിരിക്കുന്ന ദുർഭൂത മണ്ഡലങ്ങളുടെ ഈ പകൽ ദൈവത്തിന്റെ ആഴമേറിയ കര ഇന്ന് പകൽ ചലിക്കുമ്പോ ഈ പകൽ നാളുകളോ നീ വഹിക്കുന്ന ചില സാമ്പത്തികത്തിന്റെ ശബാല ഇടബാല ബാരബല ബലഗട. പ്രിയരേ, ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്നത് നമ്മുടെ അഭിഷേകവുമായി കണക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ അഭിഷേകത്തിൽ ശക്തിയുള്ളവരാണെങ്കിൽ ദൈവം തുറക്കുന്ന വഴികൾ അവർണ്ണനീയമായിരിക്കും, അസാധാരണമായിരിക്കും. അമ്മേ, ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം തുറക്കുന്നത് പോലെയല്ല മറ്റൊരു വ്യക്തിക്ക് വേണ്ടി തുറക്കുന്നത്. ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നത് പോലെയല്ല മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ദൈവം വഴികൾ തുറക്കുന്നത്. അതിലേക്ക് കയറും. വചനം പറയുന്നു, സാറാഫാത്തിലൊരു വിധവ ഉണ്ടായിരുന്നു. വിധവയുടെ പ്രത്യേകത, വിധവയ്ക്ക് ദൈവം കൊടുത്ത അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത, അവൾ വചനം ഇങ്ങനെ പറയുന്നു, അവൾ ക്ഷാമകാലം തീരും വരെ അവളുടെ കലത്തിലെ മാവ്, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, അവളുടെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, അവളുടെ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ല. എന്ന് പറഞ്ഞാൽ സാറാപാത്തിലെ വിധവയ്ക്ക് തുറന്ന വഴി, സാറാപാത്തിലെ വിധവ രാവിലെ പോയി കലം തുറന്ന് മാവെടുക്കുമ്പോൾ എത്രത്തോളം മാവെടുക്കുന്നോ അത്രത്തോളം വർദ്ധിക്കും. ഈ പകൽ ആത്മാവിൽ ഞാൻ പറയാം, നീ എത്രത്തോളം ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി ചിലവിടുമോ അത്രത്തോളം നിന്റെ കളപ്പുരകൾ വർദ്ധിക്കും. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. നീ ശൂന്യമാകുകയല്ല, നീ ദരിദ്രനായി പോകുകയല്ല. ഇന്ന് പകൽ എന്നെ മാനിക്കുന്നവന് ഞാൻ മാനിക്കുമെന്ന് പറഞ്ഞവൻ. ഹല്ലേലൂയ. പ്രത്യേകത, സാറാപാത്തിലെ വിധവ അബിരാവിലെ പോയി കലം തുറക്കുന്നു, മാവെടുക്കുന്നു. എടുക്കുന്ന മാവിനനുസരിച്ച് അവിടെ മാവടച്ചു വച്ചിട്ട് എണ്ണ തുറക്കുന്നു, എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നു. എണ്ണ എത്ര കോരുമോ അത്രയും എണ്ണ ഒരിഞ്ച് കൂടത്തുമില്ല, ഒരിഞ്ച് കുറയത്തും ഇല്ല. പക്ഷേ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു വിധവ എലീശയുടെ അടുക്കൽ വരികയാ. എലീശയോട് പറയുന്നു, യജമാനനെ, എൻ്റെ ഭർത്താവ് നിന്റെ ദാസനായിരുന്നു, നിന്റെ ദാസൻ മരിച്ചുപോയി.
ഈ ക്ഷാമകാലത്ത് ഞാനും എൻ്റെ കുഞ്ഞും ദരിദ്രത്തിലാണ്. എലീശ പറയുന്ന മറുപടി നീ കോരിക്കോ നിറയുമെന്നല്ല. എലീശ പറഞ്ഞു നീ വീടടയ്ക്കണം, നീ അറയിൽ കയറണം. അറയിൽ കയറുന്നതിന് മുമ്പ് എത്രത്തോളം പാത്രം നിനക്ക് ശേഖരിക്കാൻ കഴിയുമോ അത്രത്തോളം പാത്രം നിന്റെ കൂടാരത്തിനകത്ത് നീ ശേഖരിച്ചിട്ട് വീട്ടിൽ കയറി വീടിന്റെ വാതിലടച്ച് ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥിച്ചിട്ട് ഇരിക്കുന്ന എണ്ണ നീ പകരണം. എങ്ങനെ പകരണം? പ്രാമെ വാങ്ങിയ പാത്രങ്ങൾ മുഴുവന് ആ എണ്ണ പകരുമ്പോ ഈ എണ്ണ നിറയെ. ഇന്ന് പകൽ ആത്മാവ് പ്രവചിക്കുന്നു, ദൈവാലയത്തിൽ വെളിപ്പെടുന്ന അഭിഷേകത്തിന്റെ ചിലവിനെ നിറയ്ക്കാൻ പോകുക. ഈ പകൽ വിശ്വസിക്ക്. വിലവിന്റെ കരത്തെ ദൈവം നിറയ്ക്കാൻ പോകുക. വിലവിന്റെ ജീവിതത്തെ ദൈവം നിറയ്ക്കാൻ പോകുക. വൈഡബാല ഹർത്താബാല വൈഡവരന്തര വൈഡവരഗബ വൈഡമാന ഹർത്താരാധ റീഗമാന വക്ഷാബാല. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാ മതി പാസ്റ്ററേ. നീ ജീവിച്ച ഒരു വിഷയവുമില്ല. ഇന്ന് പകൽ നിറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആത്മാവിൽ സ്തുതിച്ചു തുടങ്ങുക. ഇന്ന് പകൽ ദൈവം നിറയ്ക്കാൻ പോകുക. നീ അറയിൽ കടന്ന് ദൈവത്തിന്റെ മുൻപിൽ മുട്ടുകുത്തി നീ പാത്രങ്ങളിൽ എണ്ണ പകര്. ഈ പകൽ ഇരിക്കുന്ന ഇരിപ്പിൽ അഭിഷേകത്തെ പകര്. എല്ലാ ദാരിദ്ര്യത്തിന്റെ സ്പിരിറ്റുകളും ഇന്ന് പകൽ ഞങ്ങളുടെ ശുശ്രൂഷ വിട്ട്, ഞങ്ങളുടെ ജീവിതങ്ങൾ വിട്ട്, ഞങ്ങളുടെ അഭിഷിക്തന്മാരെ വിട്ട്, ഞങ്ങളുടെ മിനിസ്ട്രിയെ വിട്ട് യേശുവിന്റെ നാമത്തിൽ വഴിമാറാൻ കൽപ്പിക്കുന്നു. ഒരു നിറവ് വെളിപ്പെടട്ടെ. നിറവിന്റെ സീസൺ വെളിപ്പെടട്ടെ. ഞങ്ങളുടെ ആലയങ്ങൾ നിറയട്ടെ. ഞങ്ങളുടെ വസ്തുവകകൾ വർദ്ധിക്കട്ടെ. ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കട്ടെ. ഞങ്ങളുടെ അഭിഷിക്തന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഷാരാബാല ഹർത്താബാല. ഇതുവരെ കാണാത്ത നിറവ് ആ വാക്ക് ദൈവാത്മാവ് കൈമാറുക. ഇത് പ്രസംഗിക്കാൻ ഞാൻ എഴുന്നേറ്റമല്ല, പക്ഷെ ദൈവാത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. ഒരു നിറവ് വെളിപ്പെടുമോ? ആലയങ്ങൾക്കകത്തു നിറവ്. വെട്ടേണ്ട ചിലവിനെ ഞാൻ വെട്ടു. ചില നിറവുകൾ ആലയത്തിനകത്ത്, ആത്മീക മേഖലകൾക്കകത്ത്, ഭൗതിക മേഖലകൾക്കകത്ത് ഇന്ന് പകൽ ഷാരാബാല ഹർത്താബാല വൈഡാബാല. ഷാബാരാബാല വൈഡാബാല. ഈ പകലാത്മാവിൽ ഞാൻ പറയാം. വചനം പറയുന്നു, അറയിൽ കയറി ആ വിധവ മുഴങ്കാലിരുന്ന് കരഞ്ഞു. എന്നിട്ട് അവൾ ചെയ്തു, അവളുടെ ഭരണിയിലുള്ള കുറച്ച് എണ്ണ അവൾ പകരാൻ തുടങ്ങി. പകരുക എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കാൻ തുടങ്ങി. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലേലും നമ്മൾ നിറയാത്തത് പകരാത്തോണ്ടാ. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലേലും പലരും നിറയാത്തത് പകരാത്തത് കൊണ്ടാ. ഒരു ഭരണിയിലെ എണ്ണ
കുറെ കാലം ഇരുന്ന എന്ത് ചെയ്യും? എൻ്റെ സബ്ജക്റ്റ് അതല്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ദൈവാത്മാവ് ഹേമിക്കുന്നത് കൊണ്ട് ഞാൻ പോവാ. ഒരു ഭരണിയിലെ എണ്ണ കുറെ കാലം ഇരുന്ന എന്ത് ചെയ്യും? കെട്ടുപോകും, കാമ്പിപ്പോകും. അതിനകത്തൊരു വിടുതലില്ല. നീ അനുഗ്രഹിക്കപ്പെടണോ? നിന്റെ കയ്യിലുള്ള നന്മകൾ പകരണം. അടുക്കി വെക്കാനുള്ളതല്ല. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പക്ഷെ എൻ്റെ കയ്യിൽ ലക്ഷങ്ങളൊന്നുമില്ല, പക്ഷെ ആയിരങ്ങളുണ്ടല്ലോ. പകരണം. നിന്റെ മുൻപിൽ ഒരു വ്യക്തി ആഹാരമില്ലാതെ കണ്ടാൽ നീ പകരണം. അവർക്ക് നല്ല വസ്ത്രമില്ലെന്ന് കണ്ടാൽ നീ ധരിച്ചില്ലേലും അവർക്ക് പകരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സത്യസന്ധമായി പറയാം, ലൈവാ, കുറെ നാളുകൾ കൊണ്ട് ഒരു വസ്ത്രം പോലും ഞാൻ മേടിക്കാറില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നീ ദൈവസന്നിധി വിശ്വസ്തനായിരുന്നാൽ മതി. നിനക്ക് വേണ്ടതെല്ലാം എത്തും. പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ വരുന്ന നന്മ കൊണ്ട് അനേകർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാറുണ്ട്. നീ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അനേകർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാറുണ്ട്, അനേകർക്ക് നന്മകൾ കൊടുക്കാറുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? എന്നിൽ നന്മ ഒതുക്കാൻ ശ്രമിച്ചാൽ കെട്ടുപോകും. നീ പകരും തോറും ഒരു കലമല്ല, രണ്ട് കലമല്ല, ആ പാത്രത്തിൽ എത്രത്തോളം ആമേൻ, ആ വീട്ടിനകത്ത് എത്രത്തോളം പാത്രം കൊണ്ടുവച്ചോ അത്രയും പാത്രം നിറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ കൊടുക്കുന്നവരായി മാറട്ടെ. നമ്മുടെ ആഗ്രഹം എന്ത് നേടാമെന്ന. ഹല്ലേലൂയ. ദൈവം വഴി തുറക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത് ആരാധനയായിരുന്നു. കാരണം നമ്മൾ നേടുക. കൊടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങ് കണ്ണൊക്കെ മാറി, രൂപമൊക്കെ അങ്ങ് മാറി. ഹല്ലേലൂയ. എടാ, ഉണ്ടാകുമ്പം കൊടുക്കാനല്ല പറഞ്ഞേ, ഇല്ലായ്മയിൽ കൊടുക്കാനാ പറഞ്ഞേ. ഇല്ലായ്മയിൽ കൊടുത്താലേ നിനക്കുണ്ടാകൂ. ഹല്ലേലൂയ. വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് തോമസ് ഐസക്കിന്റെ ഫിനാൻഷ്യൽ സെറ്റപ്പ് അല്ല, ഇത് സ്വർഗത്തിന്റെ സെറ്റപ്പാ. മനസ്സിലായോ? അമ്മേ, ഇന്ത്യ കണ്ട ഏറ്റവും ധനകാര്യ മന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ. നമ്മളൊക്കെ പലരും പറയാറുണ്ട് ടാക്സ് കൊടുത്ത്. ഇതൊക്കെ വരാൻ കാരണം ഒരാളുടെ ബുദ്ധിയാ, അവന്റെ സെറ്റപ്പ് അല്ല, ഇത് സ്വർഗത്തിന്റെ വ്യവസ്ഥയാ. നീ കൊടുക്കും തോറും നിറയും, ഈ പകൽക്കാലം കൊടുക്കുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. ഒരാളുടെ കണ്ണ് നിറഞ്ഞാൽ നിന്റെ കൈ ചലിക്കണം. ഒരാളുടെ ഹൃദയം വേദനിക്കുന്നെന്ന് കണ്ടാൽ നിന്റെ കണ്ണ് നിറയണം. അവിടെയേ ദൈവപ്രവൃത്തിയുള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുക, നിങ്ങൾ പണ്ടുള്ളവയെ ഓർക്കണ്ട, മുൻപുള്ളവയെ കുറിച്ച് നിരൂപിക്കുകയും ദൈവം നിനക്ക് വേണ്ടി പുതിയത് ചെയ്യും. അതെപ്പോൾ ഉത്ഭവിക്കും? അടുത്ത ആഴ്ചയാണോ? അടുത്ത വർഷമാണോ? ഇപ്പോൾ സംഭവിക്കും. ആത്മാവിൽ പറ, ഇപ്പോൾ സംഭവിക്കും. കരമുയർത്തി പറ, അതിപ്പോൾ സംഭവിക്കും. അമ്മേ, നിനക്ക് വേണ്ടി വഴി നീ വെട്ടണ്ട. നീ തീരുമാനമെടുക്കുമ്പോൾ വഴി തുറക്കും. നീ ദൈവിക അവസ്ഥയിൽ നിൽക്കുമ്പോൾ
വഴി ദൈവം തുറക്കും. അമ്മേ, ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെയൊക്കെ ചിന്ത നമ്മുടെയൊക്കെ നല്ല കാലം കഴിഞ്ഞെന്നാ. നല്ല കാലം കഴിഞ്ഞെന്നാ. പക്ഷേ ആരോഗ്യമൊക്കെ പോയി. ഇന്ന് ക്ഷാമമാണ്. വലിയ നന്മയൊന്നും എനിക്ക് അധ്വാനിച്ച് അത് നിന്റെ ബുദ്ധിയിലെ സെറ്റപ്പാ. പക്ഷെ വചനം പറയുന്നു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നല്ല കാലം കഴിഞ്ഞതല്ല. നല്ല കാലം കഴിഞ്ഞു എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ നീ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. മനസ്സിലായോ? ദൈവത്തിൽ വിശ്വസിക്കുന്നവന് എൻ്റെ ദൈവം നല്ല കാലം കഴിഞ്ഞെന്ന് പറയാനൊരു സാക്ഷ്യമല്ല, നല്ല കാലം വരാൻ പോകുന്നേ ഉള്ളൂ. എത്ര വലിയ ശൂന്യതയ്ക്കകത്തിരുന്ന് കരയുന്ന വ്യക്തിയാണേലും, ആദ്യം നിന്നെ ചേർത്ത് പിടിക്കുന്നില്ലേലും, ഇമ്മലകളിൽ നിന്റെ കൂടെ ആരാധിക്കാൻ, നിന്റെ കൂടെ സ്തുതിക്കാൻ, നിന്റെ കൂടെ നിൽക്കാൻ നൂറുകണക്കിന് പേരുണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇന്ന് പകൽ നീ ഒറ്റയ്ക്കാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിലും ഈ പകൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക, നിങ്ങളുടെ നല്ല കാലം ഇന്നലെയല്ല, നല്ല കാലം വരാൻ പോകുന്നതേയുള്ളൂ. നിന്റെ കുടുംബത്തിന്റെ നല്ല കാലം വരാൻ പോകുന്നതേയുള്ളൂ. നിന്റെ മിനിസ്ട്രിയുടെ നല്ല കാലം വരാൻ പോകുന്നതേയുള്ളൂ. നിന്റെ ഭാവിയുടെ നല്ല കാലം വരാൻ പോകുന്നതേയുള്ളൂ. വിശ്വസിക്കുന്നവർ കരമടിച്ച് നന്നായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇതുവരെയും വെളിപ്പെടാത്ത ചില നന്മകൾ, ഇതുവരെയും വെളിപ്പെടാത്ത ചില വാതിലുകൾ, ഇതുവരെയും വെളിപ്പെടാത്ത ചില വഴികൾ, ചില പദ്ധതികൾ നിന്റെ ജീവിതത്തിനകത്ത് ഈ പ്രഭാതത്തിൽ എൻ്റെ ദൈവം തുറന്നിടാൻ പോകുക. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്ക്. നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ കുഞ്ഞ്. ഈ പകൽക്കാലം ആരാധിച്ച് ഈ ദൂത് സ്വീകരിക്ക്. ഇതുവരെയും കണ്ടവല്ല. ആരോ കരയുന്നു, പാസ്റ്റർ എന്റെ കുടുംബം തകർന്നു, എന്റെ തലമുറകൾ നശിച്ചു, ഇനിയും എനിക്കൊരു നല്ല കാലമുണ്ടോ? ഈ പകൽ ദൈവം പ്രവചിക്കുക, നിന്റെ നല്ല കാലം കഴിഞ്ഞിട്ടില്ല, നിന്റെ നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. വൈഡാബാല ഹർത്താബാല വൈശാബാല ഹർത്താമാല. ഞാനിങ്ങനെ പറയാം പ്രിയരെ, ഇമ്മലകളെ ഓർത്ത് നമ്മൾ ഭാരപ്പെടരുത്. അമ്മേ, അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറ, ഭാരപ്പെടരുത്. സഹോദരന്മാരിൽ ചിലർ പറഞ്ഞില്ല, ഭാരപ്പെടരുത്. അമ്മേ, ഹല്ലേലൂയ. അമ്മ പറയാമോ, ദൈവ കാലഘട്ടങ്ങൾക്കനുസരിച്ച വഴികൾ തുറക്കുന്നേ. ഒരാൾക്ക് തുറക്കുന്ന വഴിയല്ല മറ്റൊരാൾക്ക് തുറക്കുന്നേ. ഒരാൾക്ക് വെളിപ്പെടുമോ ശുശ്രൂഷയല്ല മറ്റൊരാൾക്ക് വെളിപ്പെടുമേ. ഈ പകൽക്കാലം വഴികൾ വ്യത്യസ്തമാണെങ്കിൽ എൻ്റെ ദൈവത്തിന് നന്നായി അറിയാം നിന്നെ പുലർത്താൻ. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇന്നലകളുടെ ജീവിതത്തെ ഓർത്ത് ഭാരപ്പെടരുത്. ഇന്നലത്തെ അവസ്ഥകളെ ഓർത്ത് ഭാരപ്പെടരുത്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നാളുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക. ഈ പ്രഭാതത്തിലെല്ലാം ശൂന്യമായിരിക്കുമ്പോഴും ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ ഇതിനകത്ത് വന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിലും കരമുയർത്തി പറയണം, എൻ്റെ മാള ദൈവത്തിൻ്റെ കരത്തിൽ സുരക്ഷിതമാണ്. ആ പദം ഒന്ന് പറഞ്ഞാട്ടെ, എൻ്റെ മാളെ. ചിലരൊന്നും കൈ കൊണ്ടുവന്നില്ലെന്ന് തോന്നുന്നു. കൈ കൊണ്ടുവന്നവരെല്ലാം ഒന്ന് ഉയർത്തിയാട്ടെ. എൻ്റെ മാള ദൈവത്തിൻ്റെ കരത്തിൽ സുരക്ഷിതമാണ്. അമ്മ, ഞാൻ ഇന്നുകൊണ്ട് തീരില്ല, ഇമ്മല കൊണ്ടൊതുങ്ങില്ല. ഇതുവരെയും കാണാത്ത ചിലവ് എൻ്റെ മാളയ്ക്ക് വേണ്ടി ദൈവം മറച്ചു വച്ചിരിക്കുക. ഈ പ്രഭാതത്തിൽ ആത്മാവ് ദൂത് കൈമാറുന്നു. ദൈവം മറച്ചു വച്ച ചിലവ് ഈ പകൽ നിന്റെ മുൻപിൽ വെളിപ്പെടുത്തി. ഇന്ന് പകൽ നിന്നെ പുറത്തെടുക്കുന്ന വലിയ വിശാലതകൾ എൻ്റെ ദൈവം ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച്
ഈ പകൽക്കാലം ദൈവാത്മാവ് പ്രവചിക്കുക. പിതാക്കന്മാർ കേട്ട ദൈവ ശബ്ദം ഈ തലമുറയിൽ നിന്റെ മുൻപിൽ വെളിപ്പെട്ടു വരും. എന്നോട് ദൈവാത്മാവ് പറയുന്നു, കടലിന്റെ അടിത്തട്ടിലുള്ള സമ്പത്ത് നിന്റെ കരത്തിൽ ലഭിക്കുക. ഈ പകൽ രാജ്യങ്ങൾക്കപ്പുറമുള്ള നന്മകൾ നിന്റെ കരത്തിൽ ലഭിക്കുക. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാമെങ്കിൽ എന്നെ കാണിക്കുന്ന ഒരു വെളിപ്പാട്. കിലോമീറ്ററുകൾക്കപ്പുറം ദൈവമൊരുക്കിയ ചില നന്മകൾ, ദൈവമൊരുക്കിയ ചില വാതിലുകൾ ഈ പകൽ നിന്റെ കണ്ണിന്റെ മുൻപിൽ എന്റെ ദൈവം വെളിപ്പെടുത്താൻ പോകുക. ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന രണ്ട് കുടുംബങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ആമേ അല്പമായിട്ടല്ല പൂർണ്ണമായി മാറ്റുന്ന ചില ദൈവത്തിന്റെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിച്ചോ. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഈ ആലയത്തിനകത്തിരുന്ന് ഞെരുങ്ങുന്ന രണ്ട് കുടുംബങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളെ ഇന്നേക്ക് ഒരു വർഷത്തിനകം 2026 ജൂൺ മാസത്തിനകം എത്ര ലക്ഷം രൂപ കടമുണ്ടെങ്കിലോ ഒരു രൂപ പോലും കടമില്ലാതെ പൂർണ്ണമായി നികത്തുന്ന ദൈവത്തിന്റെ വഴികൾ, ദൈവത്തിന്റെ വാതിലുകൾ ഈ പകൽ ദൈവം തുറക്കുക. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഈ പകൽ ദൈവം അങ്ങനെ ചെയ്യുക. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചില തലമുറകളെ ഞാൻ വഴിതിരിച്ചു വിടും. അവരെടുക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ നിന്ന് വഴിതിരിക്കും. എന്നോട് ദൈവാത്മാവ് അങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. അർഹതയില്ലാത്ത ഉയർച്ചകളിലേക്ക് ആത്മാവ് ചിലവിനെ തള്ളിക്കയറ്റും, ചിലവിനെ കള്ളിക്കയറ്റും. ഇതുവരെയും വെളിപ്പെടാത്ത ഫേവർ ചിലവിന്റെ ശിരസിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു, ദൈവസഭയുമായുള്ള ബന്ധത്തിൽ ഒരു വളർച്ചയുണ്ട്, ഒരു വളർച്ചയുണ്ട്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, അത് കിഴക്കിൽ നിന്ന് ഉത്ഭവിക്കും. ഓ, ഈ ആലയത്തിന്റെ കിഴക്ക് ഭാഗത്തുനിന്ന് ഒരു ചലന ആലയത്തിലേക്ക് അടിച്ചു കയറും ഒരു വെളി. അതാർക്കും തകർക്കാൻ കഴിയില്ല. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ആലയത്തിനെതിരെ നിൽക്കുന്ന 3 വ്യക്തികളെ ആത്മാവ് ഈ പകൽ ഈ ദേശത്തൊന്ന് ചിതറിക്കും, ദേശത്തൊന്ന് ചിതറിക്കും. അയ്യം വിളിച്ചുകൊണ്ടോടും, അയ്യം വിളിച്ചുകൊണ്ടോടും ആളുകൾ വിദൂരമല്ല ആത്മാവ്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്ന രാജ്യങ്ങൾ മുഴുവനും
ഒരുപോലെ ഭയത്തിലാകുന്ന ചില സംഭവങ്ങൾ ലോകത്തിൽ വെളിപ്പെടാൻ പോകുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി ലോകം ഒരുങ്ങുന്ന ചില സംഭവങ്ങൾ എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഈ വചനം സത്യമാണെന്ന്, ഇതിലുള്ള പ്രവചനങ്ങൾ സത്യമാണെന്ന് മാറ്റി പറയാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ ദൈവം ഈ വേഷത്തെ ഇളക്കാൻ പോകുക, രാജ്യങ്ങളെ ഇളക്കാൻ പോകുക. ചില രാജ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ വെളിപ്പെടും. പക്ഷെ എൻ്റെ ദൈവം പറയുക, എങ്കിലും ഒരു പിന്മഴയുണ്ട്. ആർക്കും കയറി ചെല്ലാൻ കഴിയാത്ത ഇന്ത്യയുടെ ഗ്രാമങ്ങൾ സുവിശേഷത്തിൻ്റെ തീ കത്തും. ആർക്കും പിടിച്ചു നിരത്താൻ കഴിയാത്ത നാളുകൾ വെളിപ്പെടുമെന്ന് ആത്മാവ് ഈ പകൽ പ്രവചിക്കുക. പ്രിയരെ, പണ്ടുള്ളവയെ നമ്മൾ ഓർക്കരുത്, പഴയ കാര്യത്തെ നിരൂപിക്കരുത്. കാലഘട്ടത്തിനനുസരിച്ച ദൈവത്തിൻ്റെ വഴി. ഈ പകൽക്കാലം ദൈവത്തിൻ്റെ വഴി നമുക്ക് അറിയില്ല. പദം ഒന്ന് പറഞ്ഞിട്ട്, നമുക്ക് ചിലരുടെ ഇരിപ്പൊക്കെ കണ്ട നമുക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, നിനക്കൊന്നും അറിയില്ല. ഇന്നലെ ഞാൻ PMGയിൽ ശ്രീകാര്യം PMG പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചിലരുടെ ഇരിപ്പൊക്കെ കണ്ട ഞായറാഴ്ച വരാമെന്ന രീതിയിലാണ് ഇരിക്കുന്നേ. ഒരു ഉറപ്പും ഇല്ല. എൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച അമ്മ തിരുവനന്തപുരത്തും കൂടെ പ്രസംഗിക്കാൻ പ്രസംഗമൊക്കെ പ്രിപ്പയർ ചെയ്താ ഒരു ഉറപ്പും ഇല്ല. ഇങ്ങോട്ട് വന്നതുപോലെ തിരിച്ചു പോകുന്ന ഒരു ഉറപ്പും അമ്മേ നമുക്കറിയില്ല. പ്രിയരെ, നമ്മൾ അരിഷ്ടരാ, പക്ഷെ ദൈവം നിർത്തുന്നു. നമുക്കറിയില്ല. ദൈവത്തിന് മാത്രമേ അറിയൂ. സാത്താന് പോലും അറിയില്ല. നീ എത്ര മെഴുകുതിരി കത്തിച്ചിട്ടും കാര്യമില്ല, എത്ര നേർച്ച കൊടുത്തിട്ടും കാര്യമില്ല, തലയെ മുണ്ടിട്ട് പോയി നേർന്നിട്ടും കാര്യമില്ല. ആർക്കും അറിയില്ല. ഉടയവനെ അറിയൂ. എത്ര തീർത്ഥാടനത്തിന് പോയിട്ടും കാര്യമില്ല, പരിപാടി നടക്കില്ല. ദൈവത്തിനെ അറിയൂ. പള്ളേൻ ചില്ലുകൂട്ടിനകത്തിരിക്കുന്ന ആശാൻ വിചാരിച്ച വല്ലതും നടക്കുമെന്ന്. ഒരു പരിപാടിയും നടക്കില്ലെന്ന് ദൈവത്തിന് അറിയൂ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറ, ദൈവത്തിന് എല്ലാം അറിയാം, നമുക്കൊന്നും അറിയില്ല. ഇന്ന് പകൽക്കാലം അടഞ്ഞ വാതിലിനെ ഓർത്ത് കരയരുത്, തുറന്ന ചിലതിനെ ഓർത്ത്. മനസ്സിലായോ? ഏലിയാവേ 17-ാമത്തെ എൻ്റെ മുമ്പിൽ പ്രസംഗിക്കാൻ സമയമില്ല, എങ്കിലും ഞാൻ 1-2 പദങ്ങൾ വേണമെങ്കിൽ പിടിച്ചോ, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. കാരണം ഞാൻ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഏലിയാവ് 17-ാം അധ്യായത്തിൽ ആഹാബിൻ്റെ കൊട്ടാരത്തിൽ പോയി പ്രവചിച്ചിട്ട് തിരിച്ചു വരുന്നൊരു ഭാഗമുണ്ട്. തിരിച്ചു വരുന്ന സമയത്ത് പോയ ധൈര്യം ഒന്നും തിരിച്ചു വരുമ്പോൾ ഇല്ല. ദൈവം ഇറങ്ങി വന്നിട്ട് ഏലിയാവിനോട് പറയും, ഏലിയാവേ നീ ഓടിക്കോ, കൊട്ടാരത്തിന് പുറകിലുള്ള കെരീത്ത് തോട്ടിൻ്റെ അടുത്ത് ചെന്ന് ഇരുന്നോ, കെരീത്തിൻ്റെ തോട്ടിലുള്ള വെള്ളം നീ കുടിച്ചോ. അടുത്ത പദമായി എന്നെ സ്പർശിച്ചത്, നിനക്ക് ദിവസവും കാലത്തും വൈകിട്ടും ആഹാരം തരാൻ ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ഞെരുങ്ങുന്ന വ്യക്തികൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ?
നിനക്ക് വേണ്ടതെല്ലാം എൻ്റെ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുമ്പോഴും നാളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തായിരിക്കുന്നേ. എൻ്റെ തലമുറയുടെ ഭാവി എന്താകുമെന്നാ ഓർത്തായിരിക്കുന്നേ. എൻ്റെ മിനിസ്ട്രി എവിടെ ചെന്ന് നിൽക്കുമെന്നാ ഓർത്തായിരിക്കുന്നേ. ദൈവം പറയാ, കുഞ്ഞേ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഹൃദയത്തിൽ തൊട്ടൊരു ദൂത് പറയാം. ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വരേണ്ട സമയത്ത് വരും. ദൈവം കൽപ്പിച്ചിട്ടുള്ള വാതിൽ തുറക്കേണ്ട സമയത്ത് തുറക്കും. കൽപ്പിച്ചമെന്ന് വരേണ്ട സമയം. നിനക്ക് വഴി തെറ്റിയാലും ദൈവം കൽപ്പിച്ചവന് വഴി തെറ്റില്ല. നിന്റെ ജീവിതം ശൂന്യമാണ്. ദൈവം കൽപ്പിച്ചവ വരാതിരിക്കില്ല. ആത്മാവിൽ പൂർണ്ണബോധ്യത്തോടെ ഞാൻ കൈമാറാം. ചിലരെ വളർത്താൻ എൻ്റെ ദൈവം ചിലവിനോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് ഈ നാളുകളിൽ വെളിപ്പെടാൻ പോവാ. ഇന്ന് പകൽക്കാലം ദൂത് പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ദൈവം കൽപ്പിച്ച ചിലത് നീ തേടി പോകുകയല്ല, അത് നിന്നെ തേടി വരും. അത് നിന്നെ തേടി വരും. 2025 ജൂൺ മാസം ആത്മാവ് പ്രവചിക്കുക. ചില നന്മകൾ നിന്നെ തേടി. നമ്മുടെ ചിന്ത ആഹാബ് വരുമെന്ന, ആഹാബിന്റെ പട വരുമെന്ന് ചിന്തിച്ച നമ്മൾ ഇന്ന് പകൽക്കാലം എടാ ദൈവം കൽപ്പിക്കാതെ ശത്രു നിന്നെ തൊടില്ല. ഓ, ദൈവം കൽപ്പിക്കാതെ ശത്രു നിന്റെ രോമത്തിൽ തൊടില്ല. നിന്റെ തലയിലെ മുടി പോലും എന്റെ ദൈവം എണ്ണി ചിട്ടപ്പെടുത്തി അവന്റെ പുസ്തകത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പകൽ ആരെയാമീ ഭയപ്പെടുമേ? ആരെയാമീ ശാരാബാല ഹർത്താബാല വൈഡബാല ഹർത്തരാധ വിബരാച്ച വേര ധാര 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 വൈഡബരംദുര വൈഡബരഗബാർ ഈ ബരവച്ചബരംദര വൈഡ. അമ്മേ, നമ്മുടെ ചിന്ത നമ്മളെ തകർക്കാൻ ശത്രുവിന് കഴിയുന്ന ഇല്ല പ്രിയരെ. കർത്താവ് അനുവാദം കൊടുക്കാതെ നമ്മളെ തോടാൻ ശത്രുവിന് കഴിയില്ല. പിന്നെ കർത്താവ് അനുവാദം കൊടുക്കുന്നത് കൊണ്ട് റബ്ബർ പന്ത് അടിക്കുന്നത് പോലെ വേദപുസ്തകത്തിൽ എന്നെ ചിന്തിപ്പിച്ചൊരു വാക്യമുണ്ട്. യോബിനെതിരെ ആദ്യം സംസാരിച്ചത് ഭാര്യയല്ല, യോബിനെതിരെ ആദ്യം സംസാരിച്ചത് സാത്താനാ. യോബിനെതിരെ ആദ്യം സംസാരിച്ചത് സാത്താനാ, രണ്ടാമതാ ഭാര്യ സംസാരിച്ചത്. ആരോ പറഞ്ഞു പാസ്റ്ററെ 2-1 പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ആമേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ചിലരൊക്കെ ചിരിക്കുക, മരണം വരെ സഹിച്ചേ. ആമേ, മരണം വരെ സഹിച്ചേ പറ്റൂ. ഭാര്യ സംസാരിക്കുന്നതിന് മുമ്പേ ആമേ ആദ്യം സംസാരിച്ചത് സാത്താനാ. സാത്താൻ പോയി ദൈവത്തോട് സംസാരിക്കുന്ന സംസാരം കേട്ടോ. അവൻ നീതിമാനാ, അവൻ നിഷ്കളങ്കനാ, അവൻ ദോഷം വിട്ട് അകന്ന് നടക്കുന്നവനാ, അവൻ യഹോവ ഭക്തനാ. പക്ഷെ ഇതൊക്കെ സംഭവം ശരി തന്നെ. അവൻ ഭക്തനായിരിക്കാൻ കാരണം ദൈവമേ നീ അവനു ചുറ്റും വേലി. ആമേൻ. ഇന്ന് പകലും പയറ് വറുത്തതുപോലെ ഇവിടെ വന്നിരിക്കാനും കൈയടിക്കാനും കാരണം ദൈവം ഒരു വേലി കെട്ടിയത് കൊണ്ടാ. പറയുന്ന പദം കേട്ടോ, അവൻ ഭക്തനായിരിക്കാൻ കാരണം നീ അവന് ചുറ്റും വേലി
കെട്ടിയത് കൊണ്ടാ ഇന്നു പകൽ ഇവിടെ വന്നിരിക്കാൻ കാരണം. ദൈവം കെട്ടിയൊരു വേലി ഉള്ളത് കൊണ്ടാ. അമ്മേ, ദൈവത്തോട് പറയുക, നീ ഒന്ന് വേലി അഴിച്ചു നോക്ക്. ഹലോ, അവന്റെ ഭക്തിയെ ഞാൻ ഒന്ന് നോക്കിയേ. നീ അവന്റെ വേലി ഒന്ന് അഴിച്ചേ. ഇയ്യോബിൻ ഭക്തനാണോ എന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഭക്തി അവൻ എത്ര കാലം പിടിക്കുമെന്ന് കാണിച്ചു തരാം. ദൈവം വേലി പൊളിച്ചിട്ട് പറഞ്ഞു, നീ ഇയ്യോബിന്റെ ജീവനെ മാത്രം തുടരുത്. ശരീരത്തെ തുടരുതെന്ന് പറഞ്ഞില്ല, മക്കളെ തുടരുതെന്ന് പറഞ്ഞില്ല, ഹലോ സമ്പത്തിനെ തുടരുതെന്ന് പറഞ്ഞില്ല. എൻ്റെ ദാസനായ ഇയ്യോബിന്റെ ജീവനെ നീ തുടരുത് എന്ന് പറഞ്ഞാൽ ദൈവം അനുവാദം കൊടുത്താൽ, ഹലോ അനുവാദം കൊടുത്താലേ അവൻ എന്തേലും ചെയ്യാൻ കഴിയൂ. ഏലിയാവേ, ആഹാവ് നിന്നെ തൊടണമെങ്കിൽ ഞാൻ വിചാരിക്കണം, എനിക്കും എന്നെ കരുതാ. ആഹാവിന്റെ കൊട്ടാരത്തിലെ ഒരു കാക്കയെ മതിയടാ. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ ഈ ദൂതിനോട് ആമേൻ പറഞ്ഞു സ്വീകരിക്കട്ടെ. ആരാബാല ഹക്ഷാബാല വൈഡാബാല വൈഡബരംദുര വൈഡബരംദാരീബരവക്ഷബരംദര വൈഡബരംദാരാവ വൈഡബരംദുര വക്ഷബരംദര വൈഡബരംദ റാബാലഗടക. ഈ പകൽ ആത്മാവിൽ ഞാനിങ്ങനെ പറയാം, ദൈവം നിന്നെ വളർത്താനുള്ളതെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹലോ, ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അമ്മേ, ജോന കടലിൽ നിന്ന് കയറി വരിക. അവന് ക്ഷീണം വന്ന സമയത്ത് അവന് തണൽ നൽകാൻ വചനം അങ്ങനെ പറയുന്നത്. ദൈവം ആവണക്കിനോട് കൽപ്പിച്ചു. ക്ഷീണത്തിൽ ആവണക്ക് പൊങ്ങി വന്നു. ജോന ആ ആവണക്കിൽ തണൽ പ്രാപിച്ചു. ഈ പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, നിനക്ക് തണൽ നൽകാം എൻ്റെ ദൈവം ഈ നാടുകളിൽ ചില ആവണക്കുകളെ കൽപ്പിച്ചുണ്ടാക്കാൻ പോവുക. ഈ പകൽ ഈ ദൂത് കൈമാറുമ്പോൾ ഇതുവരെ സൃഷ്ടിച്ചതല്ല, പുതിയത് ഇപ്പോൾ മുതൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടത്തക്ക രീതിയിൽ എൻ്റെ ദൈവം കൽപ്പിച്ചുണ്ടാക്കാൻ പോകുക. വിശ്വസിക്കാമെങ്കിൽ ഈ പകൽ ദൂത് സ്വീകരിക്കുക. വൈഡാബാല ഹർത്താബാല വൈഡബരംധര വക്ഷബരംധര ഘടകാരീബര വൈഡാരാബ. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ ദൈവം കൽപ്പിച്ചാൽ കൽപ്പിച്ചതുപോലെ സംഭവിക്കും. ആമേൻ. പക്ഷെ പ്രിയരെ, കാക്കയുടെ വരവ് 3.5 വർഷം കൊണ്ട് നിന്നു. അമ്മേ, കാക്കയുടെ വരവ് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് നിന്നു. ഈ പകൽക്കാലം ദൈവം കൽപ്പിച്ച നന്മകൾ ചിലത് പിൻവലിക്കും കേട്ടോ. അതാ വിഷയം. ദൈവം കൽപ്പിച്ച ചിലതൊക്കെ ദൈവം തിരിച്ച് അന്ന് കരയരുത്. അതാ യെശയ്യാവ് പറയുന്നേ, പണ്ടുള്ളവയോർത്ത് മുൻപുള്ളവയോർത്ത് നീ നിനക്ക് വേണ്ടി പുതിയത് ദൈവം. ഒരു ഉറപ്പ് ഞാൻ പറയാം, എവിടെയെങ്കിലും അധികമായി ഞെരുങ്ങുന്നുണ്ടെങ്കിൽ, ഇതുവരെ തുറന്ന വാതിലുകളും ഇതുവരെ കണ്ട വഴികളും അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, കാണാത്ത ചില വഴികൾ എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. കാണാത്ത ചില വാതിലുകൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഈ പകൽ ആത്മാവിൽ ഞാൻ അങ്ങനെ വിശ്വസിച്ച് കൈമാറുകയാ. ഏലിയാവേ, കെരീത്തിലെ വരവ്, കാക്കയുടെ വരവ് നിന്നിട്ടുണ്ടെങ്കിൽ സാറാബാത്തിൽ നിനക്കൊരു വീടൊരുക്കുന്നുണ്ട്. വിശ്വസിക്കാൻ കഴിയുമോ? ദൈവം എന്തെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ, നീ കാണാത്ത എന്തോ ദൈവം തുറന്നിട്ടുണ്ട്. ആരുടെയൊക്കെ തോളത്ത് തട്ടി ദൂത് കൈമാറുക.
ഒത്തിരി കരഞ്ഞില്ലേ? ഒത്തിരി ആകുലപ്പെട്ടില്ലേ? ഏതോ വരവ് നിന്നെന്ന്, ഇനി എൻ്റെ ഉപജീവനം എന്തെന്ന്, ഞാൻ എൻ്റെ തലമുറയെ എങ്ങനെ പോറ്റുമെന്ന്, എൻ്റെ കുടുംബത്തിൻ്റെ ഭാവി എന്തെന്ന്, എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് ഞാൻ തള്ളി വയ്ക്കുമെന്ന് നീ ചിന്തിച്ച വഴികളെല്ലാം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആത്മാവ് പ്രവചിക്കുക, കുഞ്ഞ്, നീ കാണാത്തൊരു വഴി നിനക്ക് സാറാഭാത്തിൽ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അത് ഇപ്പോ നിന്റെ കണ്ണിന്റെ മുൻപിൽ വെളിപ്പെടും. ഹല്ലേലൂയ. എൻ്റെ ദൈവം ഒരു വഴി അടച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു വഴി തുറക്കാതെ എൻ്റെ ദൈവം അടയ്ക്കില്ല. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറന്ന ഒരു വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലുത് എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നീ ഞെരുങ്ങാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ഉടഞ്ഞു നടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ദൈവരാജ്യത്തിന് വേണ്ടി നിന്നത് കൊണ്ടാണോ നീ കെരീത്തിന്റെ തൊട്ടിലിരിക്കേണ്ടി വന്നത്? ഏലിയാവ് അധികകാലം എൻ്റെ ദൈവം അവിടെ ഇരുത്തില്ല. നിനക്ക് വേണ്ടി ചില അഭയ കേന്ദ്രങ്ങൾ എൻ്റെ ദൈവം ഒരുക്കുന്നുണ്ട്. നിന്നെ ആഹാബ് തൊടാതെ കാത്തു പാലിക്കാൻ കഴിയുന്ന ചില കൂടാരങ്ങൾ എൻ്റെ ദൈവം ഒരുക്കുന്നുണ്ട്. ഈ പകൽക്കാലം വിശ്വസിക്ക്, നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി ചില കൂടാരങ്ങൾ എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. കൂടപ്പിറപ്പ്, നിന്റെ ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കാൻ എൻ്റെ ദൈവം ചില കൂടാരങ്ങൾ എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അടഞ്ഞുപോയതിനെ ഓർത്ത് കരയരുത്. ഈ പകൽ തുറന്ന നന്മകളെ ഓർത്ത് സന്തോഷിക്കാൻ കഴിയുമോ? എനിക്ക് വായിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, എൻ്റെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഇനി ഒറ്റ വാക്കി പറഞ്ഞു പോകാം. യോശുവയുടെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നു, വചനം ഇങ്ങനെ പറയുന്നു, അവർ കനാന്റെ നന്മ അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഹലോ, എന്ത്? കനാന്റെ നന്മ അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ദൈവം ഒരു വഴി തുറന്നാൽ പഴയതടയ്ക്കും. പഴയതിനെ ഓർത്ത് കരയല്ലേ? അയ്യോ, എൻ്റെ ജോലി പോയല്ലോ, എൻ്റെ കുഞ്ഞിനെ എങ്ങനെ നോക്കും, എൻ്റെ മണ്ണ പോയല്ലോ, എങ്ങനെ ഞാൻ ജീവിക്കും, എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ വാതിൽ അടഞ്ഞല്ലോ, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? ചേർത്ത് നിർത്തിയവര് കൂടെ കാണുമെന്ന് കരുതിയവരല്ല എന്നെ തള്ളി മാറ്റിക്കളഞ്ഞല്ലോ. പഴയവിനോർത്ത് കരയരുത്, പുതിയവിനോർത്ത് സംഭാഷിക്ക. വചനം പറയുന്നു, മന്ന എപ്പോഴാ തുറന്നത്? മോശയുടെ മുൻപിൽ ഇസ്രായേൽ ജനം പുറപുറുത്തപ്പോൾ, മരുഭൂമിയിൽ കൊല്ലാനാണോ കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ ദൈവം മല്ലന്മാരുടെ ആഹാരം തുറന്നു കൊടുത്തു. മരുഭൂ യാത്ര തീരുന്നത് വരെ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒന്ന് കരം ഉയർത്തി ഒന്ന് സ്തുതിച്ചേ, എന്നിട്ട് ഒന്ന് ശ്രദ്ധിച്ചേ. ഏതുവരെ? മരുഭൂ യാത്ര തീരുന്നത് വരെ. ദൈവത്തിനറിയാം ചില നന്മകൾ ചില ഇടങ്ങൾ വരെ, ചില വ്യക്തികൾ ചില ഇടങ്ങൾ വരെ, ചില വാതിലുകൾ ചില ഇടങ്ങൾ വരെ, ചില സപ്പോർട്ടുകൾ ചില ഇടങ്ങൾ വരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാ, ഒന്നും ശാശ്വതമല്ല. ഇന്ന് ചിരിക്കുന്നവർ മാറുന്നത് കുറ്റം പറയും, ഇന്ന് ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞവർ മാറുന്നു ഭയക്കും, ഇന്ന് കൂടെ നിന്നവർ നാളെ കുഴിവെട്ടിയിടും തകർത്തു കളയാൻ. പക്ഷെ എൻ്റെ ദൈവം വിശ്വസ്തനാ. അവൻ ഒന്നടച്ചാൽ അതിലും വലുത്. ഹലോ, മല്ലന്മാരുടെ ആഹാരം നിന്നപ്പോൾ, മല്ലന്മാരുടെ ആഹാരം നിന്ന് പ്രസംഗിക്കേണ്ടതാ. മന്നയുടെ പ്രത്യേകത, മന്ന അളന്നാ പറക്കേണ്ടേ. എങ്ങനെ അളന്നാ പറക്കേണ്ടേ? അളവിൽ നിന്ന് ഒരിടങ്ങഴി കൂടിയാൽ മന്ന പുഴുക്കും, മന്ന പുഴുവരിക്കും. പക്ഷെ പ്രത്യേകത, മന്ന നിന്നപ്പോൾ ഇസ്രായേലിന് ദൈവം കൊടുത്തത് ഒരു രാജ്യമാണ്.
ഇസ്രായേലിന് ദൈവം കൊടുത്തത് ഒരു മന്നയല്ല, ഒരു പാത്രമാഹാരമല്ല. ദൈവം കൊടുത്തത് ഒരു ദേശത്തിന്റെ സമൃദ്ധിയ. ഈ പകൽ ചില വാതിലുകൾ അടഞ്ഞത് ആർക്കവയില്ലാത്ത ചിലവ് തുറക്കാന്. ഇഫ് യു ആർ റെഡി ടു റിസീവ്, ഈ പകൽ സ്വീകരിക്ക. മനസ്സുണ്ടെങ്കിൽ സ്വീകരിക്ക. മനുഷ്യരെ നോക്കിയിരിക്കരുത് കേട്ടോ, മനുഷ്യരെ നോക്കിയിരിക്കരുത്. മനുഷ്യനെ നോക്കി ജീവിക്കേ ചെയ്യരുത്. ദൈവത്തെ നോക്കി അങ്ങ് ജീവിച്ചോണം. അമ്മേ, മന്ന ദൈവം നിർത്തിയപ്പോൾ എൻ്റെ ദൈവം ഒരു ദേശം മുഴുവനും കൊടുത്തു. ആ ദേശത്തിൻ്റെ പ്രത്യേകത എന്താ? പാലും തേനും ഒഴുകുന്ന ദേശം, ഫലപുഷ്ടിയുള്ള മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറഞ്ഞു, ഇനി നീ അളന്നല്ലേ പശിച്ചേ, ഇനി നീ അളന്നല്ലേ പശിച്ചേ. ഇന്ന് ഞാൻ നിനക്ക് പണ്ടുള്ളതിനെ മറക്ക, മുൻപുള്ളതിനെ നീ നിരൂപിക്കണ്ട. നിന്റെ പിതാക്കന്മാർക്ക് വേണ്ടി തുറക്കുമെന്ന് പറഞ്ഞ ആ വഴിയില്ലേ, ഞാൻ കനാനിൽ തുറക്കുക. അത് തുറന്ന് നീ അളമല്ല ഭക്ഷിക്കുന്നേ, നിന്റെ തലമുറകൾ അളവില്ലാതെ ഭക്ഷിക്കുക. നിന്റെ അളവില്ലാതെ നന്മകൾ വാരിക്കൂട്ടുന്ന സീസൺ ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ ഈ ദൂത് സ്വീകരിച്ച് നിന്ന് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒറ്റ പദവും കൂടെ പറയാം. രാവിലെ കൂടാരം തുറന്ന് കൊട്ടയിൽ ഞാനിങ്ങനെ പറയുക, വീട്ടിലെ അമ്മ പോയി മന്ന പറക്കുമ്പോൾ, മന്ന പറക്കുമ്പോൾ അമ്മ പറയും, കുറച്ചു മന്ന ഭർത്താവിന്, കുറച്ചു മൂത്ത മകന്, കുറച്ചു മന്ന ഇളയ മകന്, കുറച്ചു മന്ന മകൾക്ക്, കുറച്ചു മന്ന എനിക്ക് എന്ന് പറഞ്ഞാൽ അവളുടെ കൂടാരത്തിൻ്റെ മുൻപിൽ വെളിപ്പെട്ട മന്ന അളന്നേ ഭക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ എൻ്റെ ദൈവം മന്നയുടെ വരവ് നിർത്തിയിട്ട് ഒരു ദേശം മുഴുവനും അവർക്ക് കൊടുത്തു, ഒരു ദേശം മുഴുവനും കൊടുത്തു. എന്നോട് ദൈവം പറയുക, സീസണുകൾ തിരിയും. അളന്ന് നീ അനുഗ്രഹം അനുഭവിച്ചെങ്കിൽ അളവില്ലാതെ നീ അനുഭവിക്കാൻ പോവാ. ഇമ്മലകളിൽ നിനക്ക് കിട്ടിയ നന്മകൾ, ഇത്ര രൂപ ലോണിന്, ഇത്ര രൂപ ദശാംശ, ഇത്ര രൂപ EMI, ഇത്ര രൂപ ഫീസ്, ഇത്ര രൂപ ആഹാരത്തിന് നീ അളന്ന് ചെയ്തെങ്കിൽ ദൈവം പറയുക, അളവില്ലാതെ ഒരു ദേശം മുഴുവനും ജനത്തിന് കൊടുത്തു. ആ ദേശത്തിൻ്റെ പ്രത്യേകത, നടാത്ത വൃക്ഷത്തിൻ്റെ ഫലമുള്ള ദേശം, വെട്ടാത്ത കിണറുകളുള്ള ദേശം, പണിയാത്ത ഭവനങ്ങളുള്ള ദേശം. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, പിടിക്കാൻ തൻ്റെ ഇടമുണ്ടോ? നിന്റെ കണ്ണിൻ്റെ മുൻപിൽ നീ പണിയാത്ത ഭവനം ദൈവം നിനക്ക് തരും. ഭവനമല്ലല്ലോ, ഭവനങ്ങൾ തരും. യെസ്, ഈ പകൽ പിടിക്കാൻ തന്റെ ഇടമുണ്ടെങ്കിൽ ആത്മാവിൽ പിടിച്ചു. വചനം പറയുന്നു, ഞാൻ മരുഭൂമിയിൽ വഴികളോ നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഇന്ന് പകൽ ചില വസ്തുക്കളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു, വസ്തുക്കളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ജലയത്തിന്റെ ഹൃദയത്തെ ദൈവം തൊടുക. ഇന്ന് പകൽ നിനക്കും നിന്റെ തലമുറയ്ക്ക്, നിനക്കും നിന്റെ ശുശ്രൂഷയ്ക്ക്, നിനക്കും നിന്റെ സഭയ്ക്കും വേണ്ടി എന്റെ ദൈവ അർഹതയില്ലാത്ത ചിലവ് അളമിടാൻ പോകുക. പ്രിയരെ,
പിടിക്കാൻ കഴിയോ? അളന്ന് തിന്ന മണ്ണ് നിന്നത് ചില ഭവനങ്ങൾ നിനക്ക് തരാനാ. നടാത്ത വൃക്ഷത്തിന്റെ ഫലം നീ തിന്നാനാ. പറിച്ച് അളന്നെടുക്കുകയല്ല, കൊട്ടകൾ നിറച്ചും നീ അളവില്ലാതെ പറിച്ചെടു. എന്നറിയില്ല കേട്ടോ, അങ്ങനെ ഒരു ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുക. നീ അധ്വാനിച്ചത് കൊണ്ടോ, നിന്റെ ജോലി കൊണ്ടോ, നിന്റെ ഉപജീവനം കൊണ്ടോ, നിന്റെ വിദ്യാഭ്യാസം കൊണ്ടോ അതൊന്നും കഴിയില്ല. പക്ഷെ ദൈവം പറയുക, ഞാൻ ചിലവ് നിനക്ക് വേണ്ടി തുറന്നു വരുമ്പോ, വേഷങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി തുറന്നു വരുമ്പോ, അർഹതയില്ലാത്ത ഭവനങ്ങൾ, പണിയാത്ത ഭവനങ്ങൾ നിന്റെ കരത്തിൽ എന്റെ ദൈവം തരാൻ പോകുക. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. എല്ലാ കണ്ണും ദൈവസന്നിധിയിലായിട്ട്